ഹായ്, ഞാൻ അഭിരാം. കൊച്ചി തൃപ്പൂണിത്തറയിലാണ് എൻ്റെ സ്ഥലം. കർണാട്ടിക് വോക്കൽ ടീച്ചറാണ്. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ പൊതുവെ നമ്മൾ തുടങ്ങാറ് 72 മേളകർത്ത രാഗങ്ങളിൽ ഒന്നായ മായാമാളവകളുടെ രാഗത്തിലാണ്. രാഗത്തിൻ്റെ ആരോഹണം എങ്ങനെയാണ്? സ രേ ഗ മ പ ധ നീ സാ സാ നീ ധ പ മ ഗ രേ സ. ഇത് പൊതുവെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം പാടുമ്പോൾ എല്ലാ നോട്ടും പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ പാടുക. നേരെ മറിച്ച് നമ്മൾ എല്ലാ ഗമകങ്ങളോട് കൂടിയാണ് ആ രാഗത്തിൻ്റെ ആരോഹണം പാടുന്നതെങ്കിൽ സ രേ ഗ മ പ ധ നീ സാ സാ നീ ര പ മ ഗ രേ സ. എന്തുകൊണ്ടാണ് ഈ രാഗം നമ്മൾ ഒരു ബിഗിനറിനെ പഠിപ്പിക്കാൻ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ സ രേ രേ ഗ ഓരോ രണ്ട് നോട്ടുകളിലും ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, സ്പേസ് എന്ന് പറയുന്നത് ഈക്വലാണ്. സ രേ രേ ഗ ഗ മ മ പ പ ധ ധ നീ നീ സാ. ഇതിൽ സായും രീയും തമ്മിലുള്ള ഗ്യാപ്പ് തന്നെയാണ് രീയും ഗായും തമ്മിലുള്ള ഗ്യാപ്പ്. മറ്റ് പല രാഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവ മാറാം. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ പാടുമ്പോൾ പെട്ടെന്ന് പ്ലേസ് ആവുക എന്നുള്ളതും ആണ് ഈ രാഗം ലെജൻസ് ഇത് ഒരു ബിഗിനറിനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞത് ചൂസ് ചെയ്യാനുള്ള ഒരു വലിയ കാരണം എന്ന് പറയുന്നത് ഇതാണ്.